മലയാളിക്ക് നർമ്മത്തിന്റെ സ്വർഗം സമ്മാനിച്ച നടൻ സലികുമാർ ഇനി ചിരിയോർമ്മ. അനശ്വര കലാകാരന് കേരളം അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്വവസതിയായ ലാഫിംഗ് വില്ലയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും സിനിമാ രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ സംസ്കാര ചടങ്ങിലെത്തി. മലയാളത്തിന്റെ അതുല്യ നടൻ സലികുമാർ അന്ത്യയാത്രയാവുകയാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന 30 വർഷത്തെ സിനിമാ സഫരിയിൽ മലയാളത്തിൽ മാറ്റി നിർത്താനാകാത്ത ഹാസ്യ നടൻ എന്നുള്ള ടാഗ്ലൈനോട് കൂടിയാണ് അദ്ദേഹം യാത്രയാക്കുന്നത്. അതേസമയം തന്നെ ഈ 30 വർഷത്തെ സിനിമാ കാലഘട്ടത്തിൽ തന്നെ തൻ്റേതായ ഇടം മലയാള സിനിമയിൽ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സലിംകുമാർ എന്ന നടന് പകരം സലിംകുമാർ തന്നെയാണ് എന്നുള്ള ഒരു ഇക്വേഷൻ ബാക്കി വെച്ചുകൊണ്ട് സലിംകുമാർ യാത്രയാവുകയാണ്. അതേസമയം തന്നെ ഹാസ്യ കഥാപാത്രങ്ങൾ നമുക്ക് വഴങ്ങുമ്പോൾ ഓരോ ദിവസവും മലയാളിയുടെ തമാശ സദസ്സുകളിൽ അതല്ലെങ്കിൽ ട്രോളുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സലിംകുമാർ എന്ന നടനെയാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. സലിംകുമാർ എന്ന നടൻ്റെ ഡയലോഗുകളാണ്, അതുപോലെ ഇമോജികളൊക്കെ സലിംകുമാറിൻ്റെ ഇമോജികളാണ്. അത്തരത്തിലുള്ള തരത്തിൽ സലിംകുമാർ എന്ന് പറയുന്ന നടനെ നമ്മൾ ദിവസവും ഓർമ്മിക്കുകയാണ്. മലയാളിയോട് അദ്ദേഹം സംവദിച്ചത് ഹാസ്യനടൻ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. ചിന്തയിലൂടെ, ചിരിപ്പിക്കലിലൂടെ മലയാളിയെ കൂടുതൽ ബൃഹത്തായ സാമൂഹിക വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ചിന്തകൾ മലയാളിക്ക് ഇട്ടുകൊടുത്താണ് സലിംകുമാർ എന്ന നടൻ്റെ ഓരോ കഥാപാത്രങ്ങളും കടന്നുപോയിട്ടുള്ളത്. അതേസമയം തന്നെ ഹാസ്യനടൻ എന്നുള്ള ടാഗ്ലൈനുള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം മറ്റു കഥാപാത്രങ്ങൾ, അതായത് നമുക്കറിയാം അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവൽ, അത് 2005 മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരമായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നത്. വെള്ളിത്തിരയിൽ പീഡിപ്പിക്കപ്പെട്ട മകളുടെ അച്ഛൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ കണ്ണ് മാത്രം സംസാരിക്കുന്നത് അങ്ങനെയായിരുന്നു. ആ ഒരു വേദന മുഴുവൻ കണ്ണിൽ നിറച്ചുകൊണ്ടായിരുന്നു സാമുവൽ എന്ന് പറയുന്ന ആ കഥാപാത്രം വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയത്. നമുക്കറിയാം 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളിൽ നേടിയിട്ടുള്ള ആദാമിൻ്റെ മകൻ അബു. ഇതൊക്കെ സലിംകുമാർ എന്ന് പറയുന്ന നടന് മറ്റു കഥാപാത്രങ്ങൾ, സീരിയസ് കഥാപാത്രങ്ങൾ വഴങ്ങുമെന്ന് കാണിക്കുക. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് മുഹമ്മദ് എന്ന് പറയുന്ന വക്കീൽ വരുന്നു, അഡ്വക്കേറ്റ് വരുന്നു. അത് ഒരു ഹാസ്യ കഥാപാത്രമാകുമ്പോൾ അതേസമയം തന്നെ ക്യൂൻ്റെ സലിംകുമാർ, അത് പിങ്കിലെ അമിതാഭ് ബച്ചനെ ഓർമ്മിപ്പിക്കുന്ന, അമിതാഭ് ബച്ചൻ്റെ പ്രകടനത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. രണ്ടും രണ്ട് എൻഡിൽ നിൽക്കുന്ന, രണ്ട് എക്സ്ട്രീമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇത്തരം ബൃഹത്തായ കഥാപാത്രങ്ങളെയൊക്കെ അദ്ദേഹം വെള്ളിത്തിരയിൽ തന്നെ തകർത്ത് നിറഞ്ഞ് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തൻ്റെ രാഷ്ട്രീയ ബോധം എന്താണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സലിംകുമാർ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടിയും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന ഒരു കലാകാരൻ പ്രഖ്യാപിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ വ്യക്തതയാണ്. അത്തരത്തിലൊക്കെ സലിംകുമാർ എന്ന നടൻ അടയാളപ്പെടുത്തുകയാണ്. മിമിക്രി കലാകാരനായി രംഗത്ത് വന്ന ശേഷം സിനിമയിലെത്തുന്ന 1996 96 മുതൽ 2026 വരെയുള്ള ഈ ഒരു വലിയ കാലഘട്ടം സലിംകുമാറിനെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വലിയ ഇറയാണ്. ഹാസ്യ സാമ്രാട്ടിൻ്റെ ഇറയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് മക്കളായിട്ടുള്ള ആരോമലും ചന്തുവും ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. മതപരമായ ചടങ്ങുകൾ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അസ്ഥി പുഴയിൽ ഒടുക്കുന്നത് അടക്കമുള്ള ചടങ്ങുകൾ വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം. മാത്രമല്ല കോൺഗ്രസ് പതാക പുതപ്പിച്ചാണ് അദ്ദേഹത്തെ ചിതയിലേക്ക് എടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.